ഈ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഒന്നാമത്തെ കാര്യം, ഞാൻ നല്ല ടയേർഡാണ്. രണ്ടാമത് ഞാൻ മുട്ടം പോസ്റ്റ് അടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. പോസ്റ്റ് അടിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ പോകാനായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോത്തങ്കോട് വന്നു. അപ്പോൾ അമ്മ, ചേട്ട, അച്ഛമ്മ, നീത്തി ഇവരെല്ലാവരും കൂടി കാറിൽ വരാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. ഞാൻ എത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമാണ് അവരുടെ എത്തിയത്. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് കട്ട പോസ്റ്റ് അടിച്ച എൻ്റെ അടുത്ത് ഒരു സോറി പോലും പറയാത്ത അലവലാദികളാണ് ഇവർ. എന്തായാലും അത് പോട്ടെ, സ്റ്റുഡിയോ പോയത് എന്താണെന്ന് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളത്. കുറച്ച് ചെരുപ്പും അതുപോലെ കുറച്ചധികം ഡ്രസ്സും സെലക്ട് ചെയ്ത് വാങ്ങിക്കാനാണ് പോയതെങ്കിലും സെലക്ട് ചെയ്യുക മാത്രമേ നടന്നുള്ളൂ. ഡ്രസ്സ് എടുക്കൽ അങ്ങോട്ട് നടന്നില്ല എന്ന് വേണം പറയാൻ. അത്യാവശ്യം എല്ലാത്തിനും ഓഫറും നല്ല കളക്ഷനും ഉണ്ടായിരുന്നെങ്കിലും എടുക്കാൻ താമസിച്ചില്ല, വീട്ടുകാരെടുക്കാൻ താമസിച്ചില്ല എന്നതാണ് വാസ്തവം. ചുമ്മാ പോയി നോക്കി ഒരു 2 ചെരുപ്പ് എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഒന്നേ എടുത്തോളൂ, ഒന്നീത്തിക്ക്, പിന്നെ അങ്ങനെ കുറച്ച് ചെരുപ്പ് മേടിച്ചായിരുന്നു. പിന്നെ ചേട്ടന് 2-3 ചെരുപ്പ്. അങ്ങനെ നമ്മൾ സത്യത്തിൽ സ്റ്റുഡിയോയിൽ പോയത് ചെരുപ്പിൻ്റെ ഒരു കളക്ഷൻ നോക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയാം. ഡ്രസ്സ് എടുത്തില്ല, കാരണം മുന്നേ ഓൾറെഡി നമ്മൾ ട്രെൻഡ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ട്രെൻഡ്സിൽ പോയി ഡ്രസ്സ് എടുത്തായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്നും കൂടി വാങ്ങിക്കാനായിട്ട് അമ്മ താമസിക്കുമെന്ന് തോന്നുന്നില്ല. അനിയത്തി ഇതാ ഓരോ ഷൂവൊക്കെ കുത്തി കയറ്റി ഇട്ട് നോക്കുന്നുണ്ട്. അച്ചാമ്മയുടെ എക്സ്പ്രഷൻ കാണണം. അച്ഛാൻ വിളിച്ച് എന്നെ കാണിക്കുന്നു, കണ്ട ഇത് കണ്ട് ഇവള് കാണിച്ച് കൂട്ടണ കണ്ടാന്ന് അച്ഛാമ്മ വിളിച്ച് കാണിക്കണം. അപ്പോൾ ഞാൻ ചെയ്യണമെങ്കിൽ ഇത്രേ പറഞ്ഞോളൂ, ട്രയൽ ഇട്ട് നോക്കാനില്ല, ഇട്ട് നോക്കിക്കോട്ടെ. ട്രയൽ ഇട്ട് കൊടുക്കണതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഇട്ട് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എവിടെ പോയാലും മിറർ ഫോട്ടോ അത് ഞാൻ വിടാതെ എടുക്കാറുണ്ട്. പിന്നെ ഓടി നടന്ന് കുറേ കുട്ടികളെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. എന്തിനാണ് നോക്കിയതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ നോക്കിയതാണ്. നമുക്കിങ്ങനെ കാണുമ്പോഴത്തേക്കൊരു ജസ്റ്റ് ഒരു കൗതുകം. പിന്നെ നമ്മുടെ ഒരു ആവശ്യമാണ് ലിപ്സ്റ്റിക്ക്. ആ സ്ഥലത്ത് ഉറപ്പായിട്ട് നമ്മൾ പോകാതിരിക്കുമല്ലോ. ഒരു കാരണവശാലും ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു തരത്തില്ല. നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു. ഇവിടെ ഉള്ള ലിപ്സ്റ്റിക്ക് കൊണ്ട് എന്നെ നിവർത്തിയില്ല, ഉള്ളത് ആദ്യം ഇട്ട് തീർക്ക്, ഇനി അപ്പച്ചി വരുമ്പോൾ കൊണ്ടുവരും. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാനാണെന്നാണ് അമ്മയുടെ ചോദ്യം കേട്ടോ. എന്നാലും നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ത്വരയില്ലേ, പെട്ടെന്ന് കയറി നോക്കാനൊക്കെ. ഒരുപാട് ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വിരിവിരാ നമുക്ക് ഓരോന്ന് എടുക്കാൻ തോന്നും. പക്ഷേ നമ്മൾ എടുത്തില്ല, അതാണ് സത്യം. എന്നിട്ട് ഇങ്ങനെ നടന്ന് ഓരോ ഡ്രസ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കി കേട്ടോ. നല്ല സംഭവം അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. കുറേ ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടു. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ എടുത്തോളം വയ്യ, എടുത്തു കഴിഞ്ഞാൽ അച്ഛാമ്മയും അമ്മയും കൊല്ലും. അത് പേടിച്ച് കുഞ്ഞാറ്റ എടുത്തതുമില്ല. ഞാൻ പിന്നെ അങ്ങനെ വലുതായിട്ട് അങ്ങോട്ട് നോക്കിയില്ല. അതൊക്കെ കഴിഞ്ഞതാ നേരെ തിരിച്ച് ഷോപ്പിംഗ് കഴിഞ്ഞതാ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ സ്കൂട്ടി അല്ലെങ്കിൽ എൻ്റെ പടക്കുതിര ഇതായിരിക്കുന്നു. ഇനി വീട്ടിൽ എത്തിയിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.